ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ആണ്. നമ്മൾ വർക്കൗട്ടിൻ്റെ എൻഡിൽ ചെയ്യേണ്ട മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് സ്ട്രെച്ചസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളെ മൊബിലിറ്റി കുറയും, ഫ്ലെക്സിബിലിറ്റി കുറയും. അതുപോലെ തന്നെ നമ്മളെ ഡെയിലി ലൈഫിലെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, സ്മൂത്ത്നെസ് കുറയും. മസ്റ്റായിട്ടും ഈ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് നമ്മളെ വർക്കൗട്ടിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അതിൽ തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മളെ ലോവർ പോർഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലോവർ ചെയ്യേണ്ടത്. എല്ലാ സ്ട്രെച്ചിങ്ങും നമ്മൾ 20 മുതൽ 30 വരെ സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുക. 20 വെച്ചാലും ഓക്കെയാണ്. പിന്നെ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷെയ്ക്ക് ആവരുത്, അല്ലെങ്കിൽ ബൗൺസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് ചെയ്യാണ്, അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ കളിക്കരുത്. അത് ഏതാണ് ഒരൊറ്റ ഇതിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ലെങ്ത്തിനും കിട്ടും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫീല് കിട്ടുന്ന അവിടെ പോസ് ചെയ്ത് വെക്കുക. അതുപോലെ ആയിരിക്കണം എല്ലാ സ്ട്രെച്ചസും ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ലോവർ പാർട്ടിലേക്കുള്ള എല്ലാ പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഹാംസ്ട്രിങ് ആണ് ചെയ്യുന്നത്, കാലിൻ്റെ ബാക്കാണ്. നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ നോക്കി ചെയ്താൽ മതി. എല്ലാം 20 സെക്കൻഡാണ് ഞാൻ ചെയ്യുന്നത്, അത് 30 വരെ സെക്കൻഡ് ആവാം. ഞാൻ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ഹാംസ്ട്രിങ് ചെയ്യാം. ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് ലെഗ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. സെക്കൻഡ് വണ് നമ്മളെ കോഡ്സ്, കാലിൻ്റെ ഫ്രണ്ട് മസിലാണ് ഇതും. അതുപോലെ തന്നെ 20 സെക്കൻഡ്സ് ഷെയ്ക്ക് ചെയ്യരുത്. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് ലെഗ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് വൺ നമ്മളെ കാഫ്സ്. ഇത് ചെയ്യുമ്പോൾ നമ്മളെ ഹീൽ ഇങ്ങനെ പൊങ്ങി നിൽക്കരുത്, ഇത് താഴ്ത്തി വെക്കുക. ജസ്റ്റ് പ്രസ്സിങ് അല്ല, ജസ്റ്റ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് ലെഗ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് ഹിപ്പ് ചെയ്യുക. നമ്മൾ മുട്ട് തറ കുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുട്ട് പെയിൻ ആവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെക്കാം. ഇവിടെ മുന്നോട്ടൊക്കെ സ്ട്രെച്ച് ചെയ്യണ്ട, ഇവിടെ ഇങ്ങനെ സ്ട്രെച്ചിങ് കിട്ടും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് ലെഗ് ചെയ്യുക. 1 2 3 4 5 ഈ ഏരിയ ആണ്. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് വണ്ണ് ആണ്. നെക്സ്റ്റ് വണ്ണ് നമ്മൾ ഈ ഏരിയയിലേക്കുള്ളതാണ്. മെല്ലെ ഒരു കാല് പൊക്കി വെക്കുക. സ്ലോലി ഇങ്ങനെ മെല്ലെ പുഷ് ചെയ്താൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് ലെഗ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് നമ്മളെ ലോവർ ബാക്കാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10 11 12 14 15 16 17 18 19. നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ ആണ്. കണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 20. നമ്മൾ ലെഗിൻ്റെ നമ്മൾ സ്റ്റാൻഡിങ് ചെയ്തില്ല, അതുപോലെ തന്നെയുള്ളൊരു സ്ട്രെച്ചിങ് ആണ്. ബാക്ക് ഭാഗത്തേക്ക് വരുന്ന 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 18 19 20. നെക്സ്റ്റ് ലെഗ് 1
2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 16, 17, 18, 19, 20. റിലാക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെയ്ത സ്ട്രെച്ചസ് ഒക്കെ മസ്റ്റായിട്ടും നിങ്ങൾ ഏതൊരു വർക്കൗട്ടിലും ഉൾപ്പെടുത്തണം. 20 മുതൽ 30 വരെ സെക്കൻഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് നോർമലാണ്. ഏതൊരു സ്ട്രെച്ചിങ് ചെയ്യുമ്പോഴും നമ്മൾ ബൗൺസ് ചെയ്ത് കളിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.